ഒരാൾ ഇങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു ഹലാൽ വിവാഹം കൊടുമ്പിരിക്കുള്ളതാണ്, എന്തെങ്കിലും ഒരു ഇടപെട്ട് സംസാരിക്കണം, ജനങ്ങൾ കാര്യം മനസ്സിലാക്കി. എന്താ ഹലാൽ വിവാദം? എന്തുമാനെ തനി കച്ചവടം. ശർക്കരയുടെ പുറത്തൊരാൾ ഹലാൽ എന്ന് എഴുതിയാൽ അടിച്ചിട്ട് പുറം പൊളിക്കണ്ടേ? ഹലാലും ഹറാമും തീരുമാനിക്കുന്ന സാധനമാണ് ശർക്കര. ശർക്കരയിൽ ഹലാലിന്റെ ഹറാമിന്റെ ആകെ ഹലാല്. മീനിൽ പോലും ഹലാലില്ല. മീനിൽ ഹലാലുണ്ട്. മീനിൽ എന്റെ ഹലാല്? മീന് തമ്മാടി പിടിച്ചാലും തിന്നാം, സാലി പിടിച്ചാലും. മനസ്സിലായോ പറഞ്ഞത്? ആകെ ഹലാല് ഹറാമിന്റെ ഒരു പ്രശ്നം. മൗക്കുലാത്ത് ഭക്ഷണ പദാർത്ഥത്തിൽ ഹലാല് ഹറാമ് എന്നൊരു വീക്ഷണം എവിടെ മാത്രമേ ഉള്ളൂ? ലുഹൂം, ഇറച്ചി. ആ ഇറച്ചിയാകട്ടെ ഇവിടെ വലിയൊരു ഭാഗം ആളുകൾ കഴിക്കൂല. പിന്നെ അതിൽ ചർച്ചന്റെ വിഷയം എന്താ? ഹലാല് എന്ന് പറയുന്നവരെ ഈ ബീഫ് കഴിക്കുന്നുള്ളൂ. പിന്നെ വേറുള്ളവർക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ബേക്കറിയിൽ എഴുതിയേക്ക ഹലാൽ ബേക്കറി. ഈ ജാതി കള്ളന്മാരായ എരപ്പന്മാരെ അടിക്കണം മാപ്പിളാര്. ഇത് അന്യ സമുദായക്കാർക്ക് വടി കൊടുത്തത് കള്ളന്മാരായ കച്ചവടക്കാരായ മാപ്പിളാരാണ്. എന്തവരൊക്കെ വിചാരിച്ച് ഈ ഒരു പീഡിയ കച്ചവടം തുടങ്ങുക, എന്നിട്ട് ഓരോന്റെ പുറത്തെ അല്ലാണ്ടൊക്കെ അടിച്ച് പുറം പൊളിക്കണ്ടെന്ന് എന്റെയൊക്കെ മാലിലെ പ്രസിഡന്റിനാണ് ഉത്തരവാദിത്വം. ശർക്കര എന്റെ പുറത്തെ ഹലാൽ നേറ്റ്. ശർക്കര ആരെ ശക്കിലാക്കി? എന്താ ഇവിടെ ആദ്യമായി ഇന്ത്യയിൽ ശർക്കര ഉണ്ടാക്കിയത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. എന്നിട്ട് എന്റെ ഇന്ത്യയിൽ ആദ്യമായി ഈ ഷുഗർ ക്യൂബ്സ് ആദ്യമായി ഉണ്ടാക്കിയത് ചന്ദ്രഗുപ്ത മൗര്യൻ രാജാവിന്റെ കാലത്താ. എന്നിട്ട് എന്റെ ഇവിടുത്തെ മുസ്ലിം ഹിന്ദുവിന് ശർക്കര എന്ത്? ശർക്കര ആരുണ്ടാക്കിയാലെന്ത്? ആരുണ്ടാക്കി? വേലായുധന്റെ വീടിൽ നിന്ന് വാങ്ങി. ഔലിയപ്പാപ്പാന്റെ വീട് ശർക്കരയിൽ എന്ത്? തേങ്ങയിൽ എന്ത്? തേങ്ങ ഇടുന്നത് ഏത് കാലത്തും 99% ആരാ? മുസ്ലിമാണ്. മുസ്ലിമേല് ഹലാലെന്ത് ഹറാമെന്ത്? ഇത്തരം ഇതിലെന്ത്? മുസ്ലിം എന്താ? മുസ്ലിം എന്ത്? ഇനി തിരിച്ചാണെങ്കിൽ എന്താ പ്രശ്നം? തേങ്ങ മുസ്ലിമിന്റെ വീട്ടിൽ അമുസ്ലിം ഇട്ടു, എന്നിട്ട് തുടച്ചു, എന്നിട്ട് പൂളാക്കി, അമുസ്ലിമാക്കി, മുസ്ലിമാക്കി. അതിലെന്ത് പ്രശ്നമുള്ളത്? നെല്ല്, അരി, തേങ്ങ, ശർക്കര, ഇതിലൊക്കെ എന്റെ ഹലാല് ഹറാമ്. ആകെ ഹലാല് ഹറാമിന്റെ ഒരു പ്രശ്നം എവിടെയുള്ളൂ? പറ എന്തില്? ഇറച്ചിയില്. ഇറച്ചി എന്ന് പറയപ്പെടുന്ന ബീഫില് 99% ബീഫ് കഴിക്കുന്ന ആളുകളെ ചിന്തിക്ക്. ഈ പ്രധാനപ്പെട്ട സമുദായം, ഭൂരിപക്ഷ സമുദായം ഈ പറഞ്ഞ ബീഫ് കഴിക്കില്ല. ഇനി മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം അറുത്താൽ പോലും ഹലാലാവൂല. അതിന് നിയമങ്ങൾ പാലിച്ചിറക്കണം. എന്റെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാരുടെ വീട്ടിൽ, ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ഒരിക്കൽ ഒരു ഭക്ഷണം തരുന്ന സമയത്ത് ഞാൻ ഒരു ഭക്ഷണം ഒഴിച്ചു തരിക. അപ്പോൾ പറഞ്ഞു ഹലാലായ അറവാണ് കാസിം, നിങ്ങൾ കഴിച്ചോളി, പേടിക്കൊന്നും വേണ്ട. എന്തുകൊണ്ട്? ഇവിടെ ഞാൻ തന്നെ പോയി അർപ്പിക്കും. ഞാൻ മനസ്സിലായിണ്ടോ പറഞ്ഞത്? ചിക്കന്റെ ആള് അബ്ദുൽ അസീസിന്റെ കടയായിട്ട് കാര്യമല്ല, അറുക്കണത് അബ്ദുറഹ്മാനായിട്ട് കാര്യമല്ല. എന്ത് വേണം? എങ്ങനെ കോഴി, പോത്ത്, ആട് എങ്ങനെ അറക്കണമെന്ന് എന്തുണ്ട്? പറയടെ എന്ന് നോക്കിയിരിക്കണത് നിയമമുണ്ട്. ഈ നിയമം പാലിച്ചാലേ ആ നിയമം പാലിക്കണം, അല്ലാതെ അബ്ദുറഹ്മാൻ അറക്കാനുള്ളതല്ല. എന്നാലും അത് എന്താകൂ? ഹലാലാവും. ഇത്രേ ഇവിടെ വിഷയമുള്ളൂ. ഇത് കേവലം ഒരു സമുദായത്തിന്റെ നിയമമാണ്. അവർക്ക് വിവരിക്കണമെങ്കിൽ എത്രയേ ഉള്ളൂ? ഇതാണ് നിയമം. അത് മുസ്ലിം അർത്താൽ പോരാ. മുസ്ലിം നിയമങ്ങൾ പാലിച്ചറക്കണം. കത്തി എവിടെ വെക്കണം? നിയമമുണ്ട്. എങ്ങനെ അറക്കണം? നിയമമുണ്ട്. ശർക്കരന്റെ പുറത്തത്ര ഹലാൽ നേടിയിട്ടുള്ളത്. തനി കച്ചവടക്കാരും എല്ലാം ഈ കച്ചവടക്കാരും പത്രക്കാരും ഉണ്ടാക്കി കൂട്ടുന്ന തോന്നിയാസങ്ങളാ. അതിന്റെ പേരിൽ പാവപ്പെട്ട സമുദായം വഞ്ചിതരാവുക. ഹിന്ദു സമുദായം അവർക്ക് അറിയൂല. അവർക്ക് എന്റെ ഹലാലിനെ പറ്റി അറിയോ? ആരതിന്റെ പിന്നിൽ? കച്ചവടക്കാർ. ഏത് കച്ചവടക്കാർ? മാപ്പിള കച്ചവടക്കാരോ അല്ലെങ്കിൽ മാപ്പിള എന്ന പേരിൽ നടത്തുന്ന കച്ചവടക്കാരോ? സത്യത്തിൽ മാപ്പിളയെ കൊള്ളുന്നില്ല. അല്ലെങ്കിൽ മാപ്പിള, രണ്ടാണെങ്കിലും കുറ്റം. എന്റെ ശർക്കര, പഞ്ചസാര, അതിന്റെ ഹലാൽ എന്റെ ഹറാമ്. ഈ വിവാദം തികച്ചും അനാവശ്യം. അതുകൊണ്ട് ഈ ജാതി വാഗ്വാദത്തിന്റെ പിന്നിൽ പോയി ആയുസ് നശിപ്പിച്ച് കളയരുത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.